ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാന്ന് വന്നിട്ട് ഏകദേശം 1 മാസം 2 മാസം ഒക്കെ ആവാറായി. വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള തീരെ സമയം കിട്ടിയില്ല. പിന്നെ അത് മാത്രമല്ല നല്ല മടിയുണ്ട്. ഇനി മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, മനസ്സിലായി. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാൻ തൃശ്ശൂർ ഒരു 1 മന്ത് ഡാൻസിന്റെ കോഴ്സ് എടുക്കാൻ വേണ്ടിട്ട് വന്നത്. എവിടെയാന്ന് വെച്ചാൽ നമ്മള് മൈസെൽഫ് ആൻഡ് മൈ മൂസിലും 1 മന്ത് കോഴ്സായ ഡീപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. രാവിലെ കുറച്ചു നേരം പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വെറുതെ ഇരിക്കുവാണ്. വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴേ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ കാണുന്നത്. എന്തായാലും ഉഷാറായിട്ടുണ്ട്. അതൊക്കെ വിടാം. അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുമ്പോഴുള്ള വയറ് സ്വയം പറയാൻ തുടങ്ങി ഇതൊന്നും മതിയാവൂല. അങ്ങനെ നമ്മൾ നേരെ ക്യാൻറ്റീനിലോട്ട് പോയി. ഇവരാണ് എന്റെ ചങ്കും കരളായ ഡീപ്പിലെ പിള്ളേർ. പൊക്കുന്നല്ല കേട്ടോ, ശരിക്കും അങ്ങനെ തന്നെ. നമ്മെല്ലാരും കൂടി വന്ന് ചായന്റെ കടിയൊക്കെ തിന്നുമ്പോൾ ഈടെ ഒരാള് നേരത്തെ വന്ന് ചോറിച്ചിരിക്കുന്ന ഇരിപ്പാ. അങ്ങനെ ഒരു ബ്രെഡ് ഓംലെറ്റും പറഞ്ഞ് നമ്മളെ പരിപാടി തുടങ്ങി. എന്റെ അനിയ നാട്ടിലാണെങ്കിലും ഇവിടെ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കാൻ എനിക്കൊരു അനിയൻ ചക്കന്നെ തൃശ്ശൂരിൽ കിട്ടി. കാണാനും അനിയനെ പോലെ തന്നെ, സ്വഭാവവും അങ്ങനെ തന്നെ. ഇതൊന്നും എന്റെ അനിയൻ കാലുണ്ടോ, ഓന് പോലും ഞാനിങ്ങനെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ ക്ലാസ്സിലോട്ടേക്ക് പോയി. ആദ്യമാണെങ്കിൽ സാറുമാരും പിള്ളേരും വൈബടിച്ചിരിക്കുക. പാട്ട് പാടാൻ നേരത്തെ ഞാനൊക്കെ പാട്ട് പാടിയോന്നിരിടവും. നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ശേഷത്തെ ക്ലാസ്സും കഴിഞ്ഞിട്ട് നേരെ നമ്മ പുറത്തോട്ടേക്ക് ഇറങ്ങി. എന്തിനീ ചായ കുടിക്കാൻ. അങ്ങനെ സ്ഥിരമായിട്ട് പോകാറുള്ള ചേട്ടന്മാരെ കടയിൽ തന്നെയാണ് പോയത്. ഇവിടുത്തെ ബജിയും ചമ്മന്തി നല്ല ടേസ്റ്റ്. അതുകൊണ്ട് ഒരു കായ് ബജിയും ചായയും പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഡീപ്പിൽ എല്ലാ പിള്ളേരും ഒരേ സമയത്ത് വരുന്നത് ഇങ്ങോട്ടേക്കാ. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല കച്ചവടം. നമ്മളെ കൊണ്ട് ഇവർക്ക് ഒടുക്കത്തെ കച്ചവടമായെന്ന് പറയാം. കാരണം ഒരാൾ 5-6 കടികളൊക്കെ തിന്നു. അങ്ങനെ ഒരു പപ്പടവടിയും കഴിച്ചിട്ട് ചായന്റെ പൈസയും കൊടുത്തിട്ട് നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ടു. ഇനി സ്റ്റുഡിയോ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നേരെ ബാഗ് എടുത്തിട്ട് ഹോസ്റ്റലിലോട്ട് പോകണം. അങ്ങനെ ഓട്ടോ കയറി നേരെ ഹോസ്റ്റലിൽ എത്തി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.